2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ നിയമവും വ്യവസായവും കയറും വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് 2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ ഞാൻ അവതരിപ്പിക്കുന്നു. ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു. നിയമവും വ്യവസായവും കയറും വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് 2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനക്കാക്കണമെന്ന ഉപക്ഷേപം അവതരിപ്പിക്കേണ്ടതാണ്. സർ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ വ്യവസായങ്ങളും ധാതുക്കളും സംബന്ധിച്ച സബ്ജക്ട് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപം ഞാൻ അവതരിപ്പിക്കും. ഉപക്ഷേപത്തെ പിന്താങ്ങേണ്ടതാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പ്രസംഗിക്കുന്നുണ്ടോ? അത് ഇന്നലെ അവതരിപ്പിച്ച ബില്ലിന് സമാനമായിട്ടുള്ളതാണ്. പിഴ ശിക്ഷകൾ കാലോചിതമാക്കാനും പ്രക്രിയ ലളിതവൽക്കരിക്കാനും ഉള്ളതാണ്. വളരെ ലളിതമായൊരു ബില്ലാണ്. ശ്രീ കെ വി സുമേഷ് 2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന 1A നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. സർ, ഇവിടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ ഇന്നലെയും അവതരിപ്പിച്ച ബില്ലിൻ്റെ കൂടെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന സംസ്ഥാന വ്യവസായ വകുപ്പിൻ്റെ പോളിസിയുടെ ഭാഗമായി തൊഴിലാളി ക്ഷേമനിധി ആക്ടിലെ 1987 34 വകുപ്പിലെ ചില ഭേദഗതിയാണ് ഇവിടെ ഇന്നലെ ശ്രീ മുഹസിൻ MLA സംസാരിക്കുമ്പോഴും പൊതുവിൽ കയർ മേഖലയെ ഇന്ന് അഭിമുഖീകരിക്കുന്ന തൊഴിലാളിയുടെ വിഷയങ്ങളും ആ മേഖലയെ ആധുനികവൽക്കരിക്കാൻ ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസായ വകുപ്പ് മന്ത്രിയും വലിയ ഇനീഷ്യേറ്റീവുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കൂടെ പരാമർശിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ട് ഞാൻ ഈ ബില്ലിനെ പിന്തുണച്ച് എൻ്റെ വാക്ക് അവസാനിപ്പിക്കും. ശ്രീ AP അനിൽകുമാർ 2020-25 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? AP അനിൽകുമാറിന് 2020-25 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന 2B നമ്പർ ഭേദഗതി അവതരിപ്പിച്ച് സംസാരിക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞു ഞാനിത്തിരി കുറയ്ക്കേണ്ടി വരും. സർ, നമ്മുടെ വ്യവസായ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് പരമ്പരാഗത വ്യവസായങ്ങൾ. ഒരു നാടിൻ്റെ വ്യവസായ വളർച്ചയിൽ പരമ്പരാഗത വ്യവസായങ്ങൾ മറ്റ് വ്യവസായങ്ങൾക്കൊപ്പം വളരുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം പരമ്പരാഗത വ്യവസായങ്ങളുടെ വളർച്ചയല്ല തളർച്ചയാണ് കാണുന്നത് എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ് സർ. ഇന്ന് കയർ തൊഴിലാളികളെക്കുറിച്ചാണ് പറയുന്നത്. കയർ തൊഴിലാളികൾ കയറെടുക്കേണ്ട സ്ഥിതിയാണ് കേരളത്തിലുള്ളത്. അത്രമാത്രം പ്രതിസന്ധി ഇന്ന് കേരളത്തിലുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി തീർച്ചയായിട്ടും എനിക്കറിയാം എന്താണ് പറയാൻ പോകുന്നതെന്ന്. പൊതുവായ 2-3 ദിവസങ്ങളിലായിട്ട് മന്ത്രിമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിയമസഭയിലെടുത്ത ഒരു തീരുമാനമുണ്ട്. യാഥാർത്ഥ്യങ്ങൾ എന്താണെങ്കിലും അതൊക്കെ മാറ്റിവെച്ച് യാഥാർത്ഥ്യങ്ങൾ ആവർത്തിച്ച് പറഞ്ഞ് സത്യമാക്കാനുള്ള ശ്രമമാണ്. അത് കഴിഞ്ഞ 3 ദിവസങ്ങളിലായി നമ്മളെ റൂൾ 50 അവതരിപ്പിച്ച് സംസാരിച്ചപ്പോഴൊക്കെ ആദ്യ ദിവസം മുതൽ തന്നെ മുഖ്യമന്ത്രി പോലും നമ്മൾ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ചല്ല കേരളത്തിൻ്റെ ഐക്യകേരള രൂപീകരണത്തിന് ശേഷമുള്ള ചരിത്രവും അതിന് പിന്നിലുള്ള ചരിത്രവും സർ CP-യുടെ ഭരണകാലത്തെ ചരിത്രമൊക്കെ പറഞ്ഞു. സർ, അത്തരം ചരിത്രങ്ങളൊക്കെ നമ്മുടെ മുന്നിലുള്ളതാണ്. അത്തരം ചരിത്രങ്ങളുടെ നാൾ വഴികളിലൂടെയാണ് കേരളം കടന്നുപോയത്. അങ്ങനെ വന്ന് രൂപപ്പെട്ടെടുത്ത കേരളത്തിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾ അത് നമ്മുടെ ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല എന്ന് ചൂണ്ടിക്കാണിക്കുമ്പോൾ അതിനുത്തരം പറയുന്നതിന് പകരം പഴയകാല ചരിത്രങ്ങളിലേക്ക് പോവുകയാണ്. ആരോഗ്യവകുപ്പ് ഇന്നലെ ചെയ്ത് മറിച്ചല്ല. കേരളത്തിൻ്റെ ആരോഗ്യ മേഖല വളർച്ചയിൽ ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിനെ മാത്രമല്ല ഒരുപാട് ഗവൺമെൻറ്റുകളുടെ വലിയ പിന്തുണയുണ്ട്. വലിയ രീതിയിൽ കേരളത്തിൽ സൂചിപ്പിച്ചു UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഒടുവിലത്തെ UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൊണ്ടുവന്ന മെഡിക്കൽ കോളേജിൽ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ കാത്തലാബുണ്ട് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ നേരിട്ടവരാണ് ഈ ഗവൺമെൻറ്റിലെ മന്ത്രിമാർ. ഇന്ന് വിലക്കയറ്റം നേരിടാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് പോലും വിലക്കയറ്റത്തെക്കുറിച്ച് ശ്രീ PC വിഷ്ണുനാഥ് ഒരു മിനിറ്റ് പറഞ്ഞു വരുന്നുള്ളൂ. ഞാൻ ഒന്ന് പറഞ്ഞു വരുന്നുള്ളൂ. കയറിലേക്ക് വരാം. ഞാൻ ഇപ്പോൾ വരും. സമയം ഇരുന്നാൽ മതി.
PC വിശ്വനാഥ് ഇന്ന് വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞു. വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും എന്താ പറഞ്ഞത്? ഇവിടെ വിലക്കയറ്റത്തെക്കുറിച്ച് പറഞ്ഞ് 200 രൂപയിൽ നിന്ന് 400 രൂപയായി എന്ന് പറഞ്ഞപ്പോൾ ആ 400 രൂപയിൽ നിന്ന് 200 രൂപ ഞങ്ങളാക്കിയാലേ 300 കുറച്ച് കൊണ്ടുവന്നു എന്നല്ല പറഞ്ഞത്. ആ 400 ഉണ്ട് എന്ന് അവിടെ പറയുമ്പോഴും നിങ്ങളൊരു ഭാഗത്തിരുന്ന് കൈയടിക്കുകയാണ്. എന്തിനാ സർ കൈയടിക്കുന്നത്? അപ്പോൾ അന്നേരം ചോദിക്കുകയാണ് മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ്? PC വിശ്വനാഥിനെ വെല്ലുവിളിച്ചു, മറ്റ് സംസ്ഥാനങ്ങളുടെ സ്ഥിതി എന്താണ്? വെല്ലുവിളിക്കുമ്പോൾ അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണ്ടേ? തൊട്ടടുത്ത കർണാടകയിൽ എന്താ സ്ഥിതി എന്ന് ചോദിച്ചപ്പോൾ ആ കർണാടകയിൽ സ്ഥിതി പറയാനുള്ള അവസരം നിങ്ങൾ കൊടുക്കണ്ടേ? കർണാടകയിലെ സ്ഥിതി നിങ്ങൾക്കറിയില്ലേ? ഒരു കാർഡിലെ ഒരംഗത്തിന് 5 കിലോ അരി സൗജന്യമാണ്. ആ കാർഡിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 25 കിലോ അരി സൗജന്യമാണ്. അതൊന്ന് പറയാൻ നിങ്ങൾ വിശ്വനാഥിനെ അനുവദിക്കണ്ടേ? അതുപോലെ തന്നെ സ്ത്രീകൾക്ക് അവിടെ യാത്രാ സൗജന്യമുണ്ട്, അതൊന്ന് പറയാൻ അനുവദിക്കണ്ടേ? അതുപോലെ വൈദ്യുതി സൗജന്യമാണ് അവിടെ, നിങ്ങളത് പറയാൻ അനുവദിക്കില്ല. നിങ്ങൾ വെല്ലുവിളിച്ചിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ നിങ്ങൾക്ക് സൗകര്യമില്ല. അതുപോലെ തന്നെയാവും എനിക്ക് ഉറപ്പാണ്. അതിനേക്കാൾ നന്നായിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളാണ് വ്യവസായ വകുപ്പ് മന്ത്രി. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ ഇന്നത്തെ കയറിലേക്ക് ഞാൻ വരണം ചോദിച്ചാൽ കയറിലേക്ക് ഞാൻ വരികയാണ്. എന്താ അങ്ങ് ആലപ്പുഴയിൽ നിന്നല്ലേ, എന്താണ് കയർ തൊഴിലാളികളുടെ സ്ഥിതി? അങ്ങേക്ക് പറയാൻ പറ്റുമോ കയർ തൊഴിലാളികൾ ഇന്ന് സംതൃപ്തരാണ്? 9 വർഷക്കാലം ഭരിച്ചു ഈ ഗവൺമെൻറ്. കയർ തൊഴിലാളികൾ ഇന്ന് സംതൃപ്തരാണ്. അവർക്ക് കൂലിയുണ്ട്, വേലയുണ്ട്, ബുദ്ധിമുട്ടില്ല, എല്ലാം സുഭിക്ഷമെന്ന് പറയണ്ട, മാന്യമായി ജീവിക്കാനുള്ള ഒരവസരം ഇന്ന് ഈ 9.5 വർഷക്കാലത്തിനിടയ്ക്ക് കേരളത്തിലെ കയർ തൊഴിലാളികൾക്കുണ്ടോ? അങ്ങക്കുണ്ട് എന്ന് മറുപടി പറയാൻ ഞാൻ ഇപ്പോഴിരിക്കാം. എൻ്റെ ചോദ്യം സ്ട്രെയിറ്റാണ്. അങ്ങ് പറഞ്ഞാൽ എപ്പോൾ കയറിലേക്ക് വരുന്നു? ഞാൻ കയറിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ വേണ്ട, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, വഴങ്ങുന്നില്ല, ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് പരമ്പരാഗത മേഖലയിൽ ഇന്ന് കൈത്തറിയും കശുവണ്ടിയും തകർന്നതുപോലെ കേരളത്തിലെ കയർ വ്യവസായം അതിഭീകരമായ തകർച്ചയിലാണ്. അത് സംരക്ഷിക്കുന്നതിന് എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത്? വ്യവസായ വകുപ്പ് എന്ത് ചെയ്യുന്നു? ഞാൻ പറയട്ടെ, ഒരുപാട് കാര്യങ്ങൾ, ഞാൻ കൂടുതൽ സമയമെടുക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ കയർ മേഖലയിൽ നിന്ന് LDF സർക്കാർ വർഷത്തിൽ അങ്ങ് തന്നെ പ്രഖ്യാപിച്ചു, വർഷത്തിൽ 200 ദിവസം ഏത് പ്രതിസന്ധി ഉണ്ടായാലും തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞത് വ്യവസായ വകുപ്പാണ്. ഇപ്പോഴെന്താ സർ സ്ഥിതി? 100 ദിവസത്തെ, ഒരു വർഷം 100 ദിവസം തൊഴിൽ കൊടുക്കാൻ നിങ്ങളുടെ ഗവൺമെൻറ്റിന് കഴിയുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ അങ്ങ് പറയണം സാർ. അതുപോലെ തന്നെ സാർ, LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞു. എത്ര രൂപയാണ് കൂട്ടിയത്? നിങ്ങൾ 2 ഘട്ടങ്ങളായിട്ട് 50 രൂപ വീതം കൂട്ടി. ആ 50 രൂപ വീതം കൂട്ടിയത് ആരാ കൊടുക്കുന്നത്? കയർ സംഘങ്ങളാണ് കൊടുക്കുന്നത്, നിങ്ങളല്ല. എന്താ 50 രൂപ കൂട്ടിയിട്ട് പോലും അത് നൽകാൻ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് നിങ്ങൾക്കുള്ളത്. സർ, കയർ ഫെഡിലാണ് നിങ്ങൾ ഈ സംഘങ്ങളൊക്കെ ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത്. ആ സംഘങ്ങൾ, കയർ ഫെഡ് ഈ സംഘങ്ങൾക്ക്, എൻ്റെ ഒരു സുഹൃത്ത് ഈ സംഘവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്, അദ്ദേഹം പറഞ്ഞെടുത്ത് 30 ലക്ഷത്തോളം രൂപ കയർ ഫെഡ് തരാനുണ്ടെന്നാണ്. സർ, ഈ കയർ ഫെഡ് കിട്ടിയിട്ട് വേണ്ടേ, ഉള്ള പണം കിട്ടിയിട്ട് വേണ്ടേ ഈ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ? അതിനെക്കുറിച്ച് എന്താ ഗവൺമെൻറ്റിന് പറയാനുള്ളത്? സർ, എല്ലാ മേഖലയിലും ഇന്ന് ഇന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് വളരെ വലിയ രീതിയിലുള്ള പ്രയാസങ്ങൾ നേരിടുകയാണ്. കയർ ഫെഡ് പണം കിട്ടിയിട്ട് വേണം ചകിരി വാങ്ങാനുള്ള പണം ഇന്നില്ല. അപ്പോൾ ആ രീതിയിൽ ഓരോ ഘട്ടങ്ങളിലും ഇന്ന് ഈ ഗവൺമെൻറ് വളരെ പ്രയാസകരമായ സാഹചര്യത്തിലൂടെ കയർ തൊഴിലാളികൾക്ക് പോകേണ്ട സ്ഥിതിയാണുള്ളത്. പിന്നെ ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിൻ്റെ കാര്യങ്ങൾ പറയണ്ടല്ലോ. ഈ നിലവിലുള്ള നിയമങ്ങൾ ഒന്നുകൂടി ലഘൂകരിക്കുകയാണ്. ഈ മേഖല അതുകൊണ്ട് പുഷ്ടിപ്പെടുമെന്നുണ്ടെങ്കിൽ ഓക്കെ, പക്ഷെ അങ്ങനെയാണോ വരിക? ഇപ്പോൾ ഇതിലുള്ള ഇത്രയും കർക്കശമായ നിയമങ്ങൾ വെച്ചിട്ട് പോലും സെസ് പിരിക്കുന്ന കാര്യത്തിൽ ഉൾപ്പെടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പോൾ അത് ഒന്നുകൂടി ലഘൂകരിക്കുമ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താവും? അപ്പോൾ അതുകൊണ്ട് സാർ, ഇന്ന് വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം ഇന്ന് കയർ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. ആ നിലനിൽക്കുമ്പോൾ അതിന് പരിഹരിക്കുന്നതിനാവശ്യമായ നടപടി വേണം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം പരമ്പരാഗത വ്യവസായ മേഖലയിൽ ഇന്ന് തൊഴിലാളികളുടെ എണ്ണം കുറഞ്ഞിരിക്കുകയാണ്. അങ്ങേക്ക് തന്നെ കണക്കറിയാം, 2022-23 ഇന്ന് നൂൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഏതാണ്ട് 23,000 ആളുകളായിരുന്നു. അത് 23-24 വന്നപ്പോൾ 17,250 ആളുകളായി. സർ, പിന്നീട് 22,596 നിന്ന് 17,257 24% കുറവാണ് തൊഴിലാളികളുടെ എണ്ണം. തൊഴിലാളികൾ ഇന്ന് ഈ രംഗത്തില്ല, അവർക്ക് തൊഴിലില്ല, അവർ വിട്ടുപോകുന്നു. എന്താ സർ ഗവൺമെൻറ് നിലപാട്?
കേരളത്തെ പോലെ സംസ്ഥാനത്ത് നമുക്ക് ജോബ് ഓപ്പർച്യൂണിറ്റി എവിടെയാണ് സാർ? ഇൻഡസ്ട്രി സെക്ടറിലല്ലേ. അത് നമുക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ഈ ഗവൺമെൻറ് പരമ്പരാഗത രംഗത്ത് പരാജയമായി കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യാൻ കഴിയും? നിങ്ങൾ ഒരു ഭാഗത്ത് പറയുന്നു ഇവിടെ തൊഴിലില്ലായ്മ പരിഹരിക്കുന്നത് ഞങ്ങൾ വളരെ വലിയ രീതിയിലുള്ള കാര്യങ്ങൾ നടത്തുന്നു. പക്ഷേ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ പോലും ഈ കുറഞ്ഞ കാലം കൊണ്ട് 24% തൊഴിൽ നഷ്ടം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ പിന്നെ എങ്ങനെയാണ് സർ അങ്ങേക്ക് വ്യവസായ രംഗം വളർച്ച പ്രാപിക്കുന്നു എന്ന് അവകാശപ്പെടാൻ കഴിയുക? സർ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ടതിന് വരുമാനം എന്താണ്? നമ്മുടെ കയർ കയറ്റുമതിയിൽ നിന്ന് ലഭിക്കുന്ന തുകയാണ്. എന്താ സർ സ്ഥിതി? ഈ ഗവൺമെൻറ് 2021-22 കാലഘട്ടത്തിൽ 1731 ലക്ഷം രൂപയാണ് നമുക്ക് കയറ്റുമതിയിൽ ലഭിച്ചത്. സർ, അത് 2022-23 ആയപ്പോൾ 1640 സർ. സർ, 2023-24 ആയപ്പോൾ അത് 1005 ലക്ഷത്തിലേക്ക് വരികയാണ്. കയറ്റുമതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വരുമാനം ഇങ്ങനെ കുറയുകയാണ്. ഇങ്ങനെ കുറയുമ്പോഴും അങ്ങ് എന്താ പറയുന്നത്? നമ്മുടെ വ്യവസായ രംഗത്തിന് യാതൊരു കുഴപ്പമില്ല, വ്യവസായ മേഖല ഏറ്റവും നന്നായി പോകുന്നു എന്നുള്ളതാണ്. സർ, യാഥാർത്ഥ്യങ്ങൾ കാണണ്ടേ? ഞാൻ ഈ പറഞ്ഞ കണക്കുകൾ, കയറ്റുമതിയിൽ ലഭിക്കുന്ന കണക്കുകൾ, ജോബ് ഓപ്പർച്യൂണിറ്റിയുടെ നഷ്ടം, അതൊക്കെ തെറ്റാണെങ്കിൽ അങ്ങേക്ക് പറയാം. അപ്പോൾ പരമ്പരാഗത മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഇന്ന് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഈ രംഗത്ത് ഒരു കണക്ക് പറയുന്നത് ഏതാണ്ട് 1100ഓളം സഹകരണ സംഘങ്ങളാണുള്ളത്, കയർ സംഘങ്ങൾ. ആ സംഘങ്ങളിൽ ഏതാണ്ട് 511 സംഘങ്ങളാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സർ, അതിൽ തന്നെ ലാഭകരമായി പ്രവർത്തിക്കുന്ന അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞ് ഏതാണ്ട് 249 250 ആണ്. ബാക്കിയെല്ലാം ഏതാണ്ട് നഷ്ടത്തിലാണ്. അപ്പോൾ ഈ രീതിയിൽ ഇന്ന് സഹകരണ സംഘങ്ങൾ ഇന്ന് ഇല്ലാതാകുന്നു. ഇതിൻ്റെ തൊഴിൽ നഷ്ടങ്ങൾ ഒരു ഭാഗത്തും വരുന്നു. ഈ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സർ, അങ്ങ് ഇവിടെ ഈ സഭയിൽ പ്രഖ്യാപിച്ചാണ്, എനിക്ക് തോന്നുന്നു ബജറ്റിലാണെന്ന് തോന്നുന്നു, ഏതാണ്ട് പരമ്പരാഗത മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് 1250 രൂപ പെൻഷൻ മറ്റും കൊടുക്കും എന്നുള്ളത്. ആ 1250 രൂപ ഈ കയർ മേഖലയിലേക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാണ് സാർ ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കാൻ കാരണം പത്രവാർത്ത കണ്ടു, CPM സമ്മേളനത്തിലും CPI സമ്മേളനത്തിലുമൊക്കെ ട്രേഡ് യൂണിയൻ്റെ ആളുകൾ ഇന്ന് കയർ മേഖലയിൽ പണം ലഭിക്കുന്നില്ല എന്നുള്ളതിന് അങ്ങയെ പേര് പറഞ്ഞ് വിമർശിച്ചത് പത്രങ്ങളിൽ കണ്ടു. അതിനകത്ത് നടന്ന കാര്യം എനിക്കറിയില്ല, പത്രവാർത്തയാണ് എൻ്റെ വാക്കുകൾക്ക് അടിസ്ഥാനം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ കയർ തൊഴിലാളികളുടെ കരുത്തും ഈ കശുവണ്ടി തൊഴിലാളികളുടെ കരുത്തുമൊക്കെ നിങ്ങളെ പാർട്ടിയെ വളർത്തുന്നതിലൊക്കെ ഒരു ചെറിയ പങ്ക് ഒരു കാലഘട്ടത്തിൽ വഹിച്ചിട്ടുണ്ട്. പക്ഷേ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ നിങ്ങൾ ഇവരെ തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇന്ന് തുറന്നു പറയേണ്ടി വരുന്ന സാഹചര്യമാണ്. ആ രീതിയിൽ പരമ്പരാഗത മേഖല തകർച്ചയെ നേരിടുകയാണ്. അപ്പോൾ ഈ ഒരു നിയമം കൊണ്ട് നിങ്ങൾക്ക് ഏതെല്ലാം രീതിയിൽ മാറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ കണക്കുകൂട്ടൽ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുമ്പോൾ ഈ നിയമം പ്രത്യേകിച്ച് ഗുണം ചെയ്യില്ല. അത് തൊഴിലാളികൾക്ക് ഉപദ്രവകരമായ നിയമമായി മാറും എന്നാണ് തോന്നുന്നത്. കാരണം നിങ്ങൾ സെസ് പിരിക്കുന്ന കാര്യത്തിൽ, ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ ഇന്ന് ഒരു രീതിയിൽ നിങ്ങൾ സഹായം നൽകുന്നില്ല. ക്ഷേമനിധിക്ക് കൊടുക്കേണ്ട പണം നിങ്ങൾ മാച്ചിങ് ഗ്രാൻഡ് പോലും നിങ്ങൾ കൊടുക്കുന്നില്ല. ഞാൻ സമയപരിമിതി കൊണ്ട് സുമേഷ് വളരെ 2 വാക്കുകൊണ്ട് അവസാനിപ്പിച്ചു. അപ്പോൾ ഞാൻ കൂടുതൽ സമയമെടുക്കാൻ ശരിയല്ല എനിക്കറിയാം. അതുകൊണ്ട് മാച്ചിങ് ഗ്രാൻഡ് പോലും നിങ്ങൾ കൊടുക്കുന്നില്ല. അപ്പോൾ എന്താണ് നിങ്ങൾ തൊഴിലാളി താല്പര്യം? ആ താല്പര്യം ഈ രീതിയിലാണെങ്കിൽ യാതൊരു സംശയം വേണ്ട. കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് 24% കുറവ് തൊഴിൽ നഷ്ടമുണ്ടായിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ ഈ 8 മാസക്കാലം കൊണ്ട് ഈ ഗവൺമെൻറ് അധികാരത്തിൽ നിന്ന് പുറത്തു പോയിട്ടില്ല എങ്കിൽ വളരെ ഗുരുതരമായ സ്ഥിതി ഈ മേഖലയിൽ ഉണ്ടാകും. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് നിങ്ങളൊന്ന് പോയി കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും കയർ മേഖലയിൽ ഇന്ന് പാവപ്പെട്ട സാധാരണ തൊഴിലാളികൾ, അതിൽ അങ്ങേക്കറിയാം 80% സ്ത്രീ തൊഴിലാളികളാണ്. അങ്ങനെയുള്ള തൊഴിലാളികളുടെ താല്പര്യം സംരക്ഷിക്കുവാൻ ഈ ഗവൺമെൻറ് പ്രയോറിറ്റി കൊടുക്കണം. ഓണം വന്നു, എല്ലാം നൽകി എന്നാണ് പറയുന്നത്. ഞാൻ അങ്ങനെയാണോ ശ്രീ ബാലഗോപാലിനെയാണോ ശ്രീമതി ബിന്ദു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഏതോ ചടങ്ങിൽ വെച്ച് അഭിനന്ദിക്കുന്നുണ്ട്. കാരണം ഈ ഓണം പ്രയാസമില്ലാതെ കടന്നുപോയി. നിർഭാഗ്യവശാൽ അതിന് തൊട്ടടുത്ത ദിവസമാണ് ഓണക്കാലത്ത് KSRTCയുടെ ഒരു സമരത്തിൽ ഞാൻ പങ്കെടുത്തത്. അപ്പോൾ അവരവരുടെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കയർ തൊഴിലാളികൾക്കും ആവശ്യമായ കാര്യങ്ങൾ നൽകിയിട്ടില്ല. പിന്നെ ആർക്കായിരുന്നു സാർ ഓണം സുഭിക്ഷമായത്? നിങ്ങൾ 10-20 മന്ത്രിമാർക്കാണോ? അല്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾക്ക് ഓണം സുഭിക്ഷമായിട്ടില്ല. ആശാ വർക്കർമാർ അപ്പോഴും സമരത്തിലായിരുന്നു. എല്ലാ മേഖലയിലും പ്രയാസങ്ങൾ അനുഭവിക്കുകയായിരുന്നു. ബാലഗോപാലിനും ശ്രീമതി ബിന്ദുവിനും അതുപോലെ ശ്രീ രാജീവിനുമൊക്കെ ഓണം സുഭിക്ഷമായിട്ടുണ്ടാകാം. പക്ഷേ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് ഓണം പ്രയാസകരമായിരുന്നു സാർ. ആ യാഥാർത്ഥ്യം തിരിച്ചറിയണം.
കേരളത്തിലെ പരമ്പരാഗത തൊഴിലാളികളുടെ കണ്ണുനീര് കാണാൻ ഈ ഗവൺമെൻറ്റിന് കഴിയണം. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം എന്ന് സാർ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് മറുപടി പ്രസംഗം നടത്താവുന്നത്. വളരെ പെട്ടെന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച ഒരു ബില്ലാണല്ലോ. പക്ഷേ ബഹുമാനായ നമ്മുടെ വണ്ടൂരംഗം പല മേഖലകളിലൂടെ കയറി ഇറങ്ങി പോയതുകൊണ്ട് ഇതെല്ലാം രേഖയിൽ കിടക്കുമ്പോൾ പറയാതെ പോകാനും പറ്റാത്ത സാഹചര്യം. അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗം, ഞാനൊരു ഘട്ടം കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞ ഒരു ഭാഗം ഈ വല്ലാതെ ബുദ്ധിമുട്ടിലായതുകൊണ്ട് ഈ ഗവൺമെൻറ് മാറി അങ്ങേപ്പോലുള്ള ആളുകൾ ഇപ്പുറത്തിരിക്കണമെന്ന് തൊഴിലാളികൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഈ തൊഴിലാളികൾ ഇപ്പോഴത്തെ പ്രശ്നം, ഇവർക്ക് കണക്കൊക്കെ വായിക്കാൻ അറിയാം. നിങ്ങളുടെ ആദ്യത്തെ ഈ 16-11 നിങ്ങൾ അധികാരത്തിലിരുന്ന കാലഘട്ടത്തിൽ, ഇപ്പം ഞാനിപ്പോൾ ഈ ഗവൺമെൻറ് 4 വർഷമല്ലേ ആയുള്ളൂ, ഇപ്പോൾ കണക്ക് പറയാൻ നിർബന്ധിതമാക്കിയതാണ്. അല്ലെങ്കിൽ ഉടൻ തന്നെ UDFൻ്റെ കണക്ക് എടുത്തു പറയും എന്ന് നിങ്ങൾക്ക് പറയാൻ സാഹചര്യം അങ്ങ് ഉണ്ടാക്കിയതാണ്. കാരണം നിങ്ങൾ വരണമെന്ന് തൊഴിലാളികൾ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. ആ സാഹചര്യം 2011-15 ആ ഗവൺമെൻറ്റിൻ്റെ അവർ ആഗ്രഹിക്കുന്ന സാഹചര്യം തൊഴിലാളികൾ ആഗ്രഹിക്കുമെന്ന് അദ്ദേഹം പറയുമ്പോൾ തൊഴിലാളിക്ക് കണക്കറിയാം. അന്നത്തെ ആദ്യത്തെ 4 വർഷം മൊത്തം പ്രൊഡക്ഷൻ 26,274 ടണ്ണാണ് കയർ. ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ 4 വർഷം 54,823 ടൺ കയർ ഉൽപ്പാദിപ്പിച്ച് കഴിഞ്ഞു. അപ്പോൾ ഈ 4 വർഷത്തിൻ്റെ പകുതി പോലും ഉൽപ്പാദിപ്പിക്കാൻ കഴിയാതിരുന്നൊരു 4 വർഷത്തെ നയിച്ച ഒരു ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരണമെന്ന് ഭീകര സ്വപ്നത്തിൽ പോലും കേരളത്തിലെ കയർ തൊഴിലാളി ആഗ്രഹിക്കില്ല എന്ന് അങ്ങേക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഇവിടെ എന്താ പ്രശ്നം? അങ്ങ് പറഞ്ഞു ഞങ്ങളെല്ലാം ഈ പഴയ ചരിത്രം പറയുന്നു. ഇപ്പോൾ ഇതിലേക്കെല്ലാം അങ്ങനെ കൊണ്ടുവന്നേ, ഞങ്ങൾ അതിലേക്കല്ല പോയത്. അടിയന്തര പ്രമേയം, അതിനകത്ത് വന്ന കാര്യങ്ങൾ ഞാനിപ്പോൾ അതിനെല്ലാം വിശദീകരിക്കുന്നില്ല, ഇവിടെ മറുപടി പറഞ്ഞു പോയതാണ്. പക്ഷെ നമ്മൾ നിൽക്കുന്നത് ഇവിടെ മാത്രമല്ല, ഇത് ചരിത്രം തുടർച്ചയല്ലേ. ആ തുടർച്ചയ്ക്ക് ഒരു ഇടർച്ചയുണ്ടാകരുത് എന്ന് ഇപ്പോൾ നാട്ടിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. തുടർച്ച ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ നാട് മാറും. അതിനൊരു ബ്രേക്ക് ഉണ്ടാകരുത് എന്നൊരു ചിന്തയാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവേ ഉള്ളത്. യഥാർത്ഥത്തിൽ ഈ അടിയന്തര പ്രമേയം അങ്ങ് പറഞ്ഞതിൽ ആണോ യാഥാർത്ഥ്യം? ഞാൻ നേരത്തെ ഇടപെട്ട് പറഞ്ഞല്ലോ, എന്തുകൊണ്ടാണ് AK ആന്റണിക്ക് ഇന്നലെ പത്രസമ്മേളനം നടത്തേണ്ടി വന്നത്? നിങ്ങൾ ശരിക്കും ഇവിടെ ശരിയായ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നെങ്കിൽ എന്നെ പ്രതിരോധിക്കാൻ ആരുമില്ലാതായി എന്ന് പറഞ്ഞ് അത്രയും സീനിയറായൊരു കോൺഗ്രസ് നേതാവിന് ദീർഘകാലത്തെ മൗനവാത്മീകത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു പത്രസമ്മേളനം നടത്തേണ്ടി വരുമായിരുന്നു. യഥാർത്ഥത്തിൽ ഞങ്ങൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഈ അടിയന്തര പ്രമേയം ഓരോ ദിവസവും കൊണ്ടുവരുന്നത് കൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് മാത്രമല്ല, നല്ല പഴയ കാര്യങ്ങളെക്കുറിച്ച് വീണ്ടും സജീവമായി കേരളീയ സമൂഹം ഓർക്കുന്ന സാഹചര്യം ഉണ്ടായി. അത് അങ്ങേക്ക് ഒന്ന് കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചരിത്രം പറയുന്നതിനെ കുറിച്ച് പറഞ്ഞത്. ഇപ്പോൾ ജാനു പറഞ്ഞില്ല ഒരിക്കലും ഇത് മാപ്പ് നൽകില്ല. കുഞ്ഞുങ്ങളെ വരെ എങ്ങനെ ആണ് ആക്രമിച്ചത്, മുത്തങ്ങയിൽ കുഞ്ഞുങ്ങളെ, പ്രായമായ ആളുകളെ, രോഗികളെ വരെ എങ്ങനെ ആക്രമിച്ചു എന്ന് CK ജാനു പറഞ്ഞല്ലോ. അതുപോലെ ഇവിടെ പുസ്തകങ്ങളൊക്കെ ഉദ്ധരിച്ചല്ലോ, ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതുകൂടാതെ അദ്ദേഹം പറഞ്ഞ കാര്യം അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ നേരത്തെ പറഞ്ഞു, നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കുറച്ച് കാര്യം കൂടി പറയാനുണ്ട്. നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമായിരുന്നെങ്കിൽ അദ്ദേഹം ഇപ്പോഴെ തന്നെ പറഞ്ഞേനെ. അപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്തായാലും നിങ്ങൾക്ക് ഗുണമുള്ള കാര്യമല്ല എന്ന് അരിയാകാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിധി തുടർച്ചയുണ്ടാകുന്ന സാഹചര്യം വന്നു കഴിഞ്ഞാൽ വരുമല്ലോ. അങ്ങനെ വരുമ്പോൾ താൻ പറഞ്ഞതുകൊണ്ടാണ് കോൺഗ്രസിന് അധോഗതി ഉണ്ടായത് എന്ന് നാളെ ആരും പറയരുത് എന്ന ഒരു മുൻകൂർ ജാമ്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത് എന്ന് അങ്ങേക്കും അറിയാം. ഞാനിതൊന്നും പറയാൻ ആഗ്രഹിച്ചല്ല, അങ്ങൊരു വാതിൽ തുറന്നിട്ടു, പിന്നെ കയറാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ലല്ലോ. പിന്നെ മറ്റു മേഖലയൊന്നും പറയുന്നില്ല. ഇപ്പോൾ ഓണം സുഭിക്ഷമായി, മന്ത്രിമാർക്ക് മാത്രമേ സുഭിക്ഷമായിട്ടുള്ളൂ. ഞാൻ ബഹുമാനായ വണ്ടൂരംഗം, അങ്ങ് മുൻ മന്ത്രിയൊക്കെ ആയ ആളുണ്ട്. കഴിഞ്ഞ തവണ നിയമസഭയിൽ നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ, ഇവിടെ ബഹുമാനായ മന്ത്രി പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ കാര്യങ്ങളെല്ലാം എൻ്റെ കയ്യിലുണ്ട്. കഴിഞ്ഞ തവണത്തെ ഓണത്തിൻ്റെ സമയം നമ്മുടെ ഓർമ്മയില്ലേ? അപ്പോൾ നിങ്ങൾ അവിടെ നിന്ന് ഞാൻ ഉദ്ഘാടനം ചെയ്ത സിവിൽ സപ്ലൈസിൻ്റെ ഓണച്ചന്തയിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞ ആ രേഖകൾ നമ്മുടെ നിയമസഭയിലുണ്ടല്ലോ. ഇത്തവണ അങ്ങനെ ആർക്കെങ്കിലും പറയേണ്ടി വന്നിരുന്നോ? ഓണം അദ്ദേഹം പറഞ്ഞാണല്ലോ, നിങ്ങൾ കുറച്ച് പേർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നത്
ഓണത്തിൻ്റെ സദ്യയിൽ കുറവുള്ളത് കൊണ്ടല്ല, ഈ 9.5 വർഷത്തിൻ്റെ അധികാരമില്ലായ്മയുടെ അസ്വസ്ഥതയാണ് നിങ്ങളുടെ കുറച്ച് പേരുടെ ഓണം ഇങ്ങനെ ആക്കിയത്. ബാക്കി മലയാളിയുടെ ഓണമെല്ലാം സുഭിക്ഷം, സമൃദ്ധം, സന്തോഷഭരിതമായിരുന്നു എന്ന് കാണണം. പിന്നെ ഇവിടെ അത്രയും അതിനെക്കുറിച്ച് പറയുന്നു, ബാക്കി ആരോഗ്യമേഖല ഇല്ല എന്നുള്ള പറഞ്ഞു പോയതാണ്. പിന്നെ അങ്ങ് കാണേണ്ടത്, ഞാൻ ഇന്നലെ ചർച്ച ചെയ്തതാണ്. ഇന്നലെ ചർച്ച കുറേ കൂടി പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ഈ മേഖലയ്ക്ക് കുറച്ച് പ്രതിസന്ധി ഉണ്ട്, നമ്മൾ അഡ്മിറ്റ് ചെയ്തു. അത് ഇപ്പം ഉണ്ടായ പ്രതിസന്ധിയല്ല, പൊതുവെ വരുന്ന പ്രതിസന്ധിയാണ്. ഈ ഗവൺമെൻറ് എന്താ ശ്രമിച്ചത്? പ്രതിസന്ധി മനസ്സിലാക്കി എങ്ങനെ പരിഹരിക്കാൻ കഴിയും, പുതിയ കാലത്തിൻ്റെ പ്രശ്നങ്ങളെ എങ്ങനെ അഭിസംബോധന ചെയ്യാം. ഇപ്പോൾ ബഹുമാനായ കുണ്ടറാംഗം ശ്രീ വിഷ്ണുനാഥ് ഇവിടെ ഉണ്ടല്ലോ. കശുവണ്ടി മേഖലയിൽ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ശ്രമിച്ചു, എന്നെല്ലാം പൂർണ്ണമായെന്നല്ല. അദ്ദേഹം തന്നെ ഈ സഭയിൽ ഉന്നയിച്ചൊരു പ്രശ്നമാണ്, ആദ്യത്തെ വർഷങ്ങളിൽ ESI കിട്ടുന്നില്ല, തൊഴിൽ ദിനങ്ങൾ കിട്ടുന്നില്ല. ഞാനിപ്പോൾ ഈ സഭയിൽ അഭിമാനത്തോടു കൂടി പറയുന്നു, കഴിഞ്ഞ 2 വർഷവും കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ ESI കിട്ടാവുന്ന തൊഴിൽ ദിനം ഞങ്ങൾ ഉറപ്പുവരുത്തി. ഈ വർഷം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അടുത്ത ഈ സാമ്പത്തിക വർഷം പൂർണ്ണമായി, ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞ മെയ് മാസം വരെയുള്ള കശുവണ്ടി കോർപ്പറേഷനിലും ക്യാപെക്സിലും ഇപ്പം തന്നെ സംഭരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തൊഴിൽ ദിനങ്ങൾ പൂർണ്ണമായി ഉറപ്പുവരുത്തും. പിന്നെ സ്വകാര്യ മേഖലയിലെ പ്രശ്നമായിരുന്നു. ഇന്ത്യയിൽ ആദ്യമായി പരമ്പരാഗത മേഖലയിൽ ഒരു മേഖലയും ചെയ്യാത്ത രൂപത്തിൽ സ്വകാര്യ കശുവണ്ടി വ്യവസായ സ്ഥാപനങ്ങൾക്ക് അവിടെ തൊഴിലാളിക്ക് കൊടുക്കുന്ന PF-ൻ്റെ തൊഴിലാളി അടയ്ക്കുന്നതോടൊപ്പം മുതലാളി അടയ്ക്കേണ്ട PF, ESI സ്റ്റാറ്റ്യൂട്ടറി വിഹിതങ്ങൾ ഗവൺമെൻറ് ഏറ്റെടുത്തു. ആദ്യമായിട്ടാണ്. ഇതുകൂടാതെ നമ്മൾ ക്യാപിറ്റൽ ഇൻസെൻറ്റീവ് ഈ സ്വകാര്യ കമ്പനികൾക്ക് നൽകി. എന്നാൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി ചർച്ച ചെയ്തപ്പോൾ വർക്കിംഗ് ക്യാപിറ്റൽ പ്രതിസന്ധിയാണ്. വർക്കിംഗ് ക്യാപിറ്റലിലും പലിശയുടെ 50%, 10 ലക്ഷം രൂപ വരെ നമ്മൾ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ നൽകി സ്വകാര്യ മേഖലയ്ക്ക്. ഇതുകൂടാതെ ഷെല്ലിംഗ് മോഡേണൈസേഷന് വേണ്ടി 5 കോടി രൂപ അനുവദിച്ചു. ഇതുകൂടാതെ സ്ത്രീകൾ, അങ്ങ് പറഞ്ഞല്ലോ സ്ത്രീകളാണ് കൂടുതൽ, അവരുടെ തൊഴിലിടങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് സ്വകാര്യ കമ്പനികൾക്ക് 5 കോടി നൽകി. ഇതുകൂടാതെ എന്നാലും പ്രശ്നമുണ്ട്, കുറേ കാലങ്ങളായി ഈ ഗവൺമെൻറ് വരുന്നതിന് മുമ്പ് തന്നെ എടുത്ത കടങ്ങൾ കൊണ്ട് NPA വല്ലാതെ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സ്ഥാപനങ്ങളുണ്ടായിരുന്നു. അവരെ സംരക്ഷിക്കാൻ വേണ്ടി SLBC പങ്കെടുത്തു, പ്രത്യേക യോഗം ചേർന്നു, കഴിഞ്ഞ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർച്ചയായി നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായി പാക്കേജ് ഉണ്ടാക്കി. ഒരാളുടെ 2 കോടി രൂപ വരെയാണെങ്കിൽ 50% മാത്രം അടച്ചാൽ മതി, 10 കോടി രൂപ വരെയാണെങ്കിൽ 60% അടച്ചാൽ മതി, ബാക്കിയെല്ലാം എഴുതി തള്ളി. എന്നാൽ ആദ്യഘട്ടത്തിൽ 10% അടയ്ക്കണം. അത് അടയ്ക്കാൻ പറ്റാത്ത കുറച്ച് ആളുകളുണ്ട്, പക്ഷെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സ്വകാര്യ മേഖലയിൽ വ്യവസായങ്ങൾ ശക്തിപ്പെട്ടു. കഴിഞ്ഞ ദിവസം കരുനാഗപ്പള്ളിയിൽ ഞാനൊരു പുതിയ കശുവണ്ടി ഫാക്ടറി ഉദ്ഘാടനം ചെയ്തു. നമ്മൾ പണ്ട് കാലത്തെ ഈ തല്ലി എടുക്കുന്നതെന്നല്ല, തൊഴിലാളി സ്ത്രീകൾ എല്ലാവരും നല്ല രീതിയിൽ ജർമ്മൻ, ജപ്പാൻ മെഷീനുകൾ ഗ്രാൻമി അവാർഡ് കൊടുക്കുന്നിടത്തും ഓസ്കാർ അവാർഡ് കൊടുക്കുന്നിടത്തും കുറിച്ചുകൊണ്ട് ആ സ്നാക്ക് ബോക്സിൽ നിന്ന് എടുത്ത് കുറിക്കുന്ന കശുവണ്ടി കൊല്ലത്ത് നിന്ന് അയക്കുന്ന റോസ്റ്റഡ് കശുവണ്ടി അത് ഈ കമ്പനിയിൽ ഉണ്ടാക്കുമ്പോൾ പണ്ടത്തെ പോലെയല്ല. ഞങ്ങൾ കയറുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു ബഹുമാന ധനകാര്യമന്ത്രി അവിടെ പോയെന്നറിയില്ല, അവിടെ നമ്മൾ ഗ്ലൗസ് ഇട്ട് മാസ്ക് ഒക്കെ ധരിച്ച് അങ്ങനെ വേണം കമ്പനിക്ക് അകത്ത് തന്നെ കയറാൻ. അപ്പോൾ ആധുനികവൽക്കരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുതലായിരുന്നു കേരളത്തിൽ, ഇപ്പോഴും കൂടുതലാണ്. നമ്മൾ മത്സരിക്കുന്ന മറ്റ് രാജ്യങ്ങളിൽ 800 രൂപയ്ക്ക് ഒരു 80 കിലോയുടെ ബാഗ് പ്രോസസ്സ് ചെയ്യുമ്പോൾ ഇവിടെ 4600 കൊടുക്കേണ്ടി വരും. അത് കുറച്ചാൽ കൂടുതൽ നമുക്കിവിടെ തൊഴിലുണ്ടാക്കാൻ കഴിയും. അതിനുള്ള ശ്രമങ്ങൾ ആധുനികവൽക്കരണം വഴി കഴിയുള്ളൂ. എല്ലാ ട്രേഡ് യൂണിയനുകളും അംഗീകരിച്ച് ആ മാറ്റം കശുവണ്ടി മേഖലയിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ആ മേഖല മാറുന്നു. ഇപ്പോൾ ഒരു അസ്വസ്ഥതയുമില്ല. കൂലിയും വർദ്ധിപ്പിച്ചു, ബോണസും വർദ്ധിപ്പിച്ചു. ഓണക്കാലം കശുവണ്ടി തൊഴിലാളികൾക്ക് ഈ വർഷം സന്തോഷഭരിതമായിരുന്നു എന്ന കാര്യം കൂടി ഞാൻ ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. കയർ മേഖലയിൽ പ്രതിസന്ധിയുണ്ട്. നേരത്തെ പറഞ്ഞു, നമ്മളിവിടെ കയറിൻ്റെ വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരും. നമ്മളിവിടെ ഒരു ദിവസം മെഷീൻ, നമ്മുടെ ഉണ്ടാക്കിയ മെഷീൻ തന്നെ ഇപ്പോൾ റണ്ണേജ് 150 ആണെങ്കിൽ ഒരു 40-50 കിലോ ഒരു ദിവസം പിരിക്കുമ്പോൾ തമിഴ്നാട്ടിലെ 2 മെഷീൻ ഒരു തൊഴിലാളി വർക്ക് ചെയ്യും. അവിടെ 200 കിലോ പിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ക്ലസ്റ്ററിലേക്ക് വന്നു. ഇപ്പോൾ ക്ലസ്റ്ററിലേക്ക് വന്നപ്പോൾ 100 കിലോ വരെ ഒരു തൊഴിലാളിക്ക് പിരിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. മറ്റും 20 അങ്ങ് പറഞ്ഞൊരു ഭാഗം ശരിയാണ്. കയറിന് പൈസ കൊടുക്കാൻ പറ്റാത്ത പ്രതിസന്ധി വരുമ്പോൾ സ്വാഭാവികമായിട്ടും സൊസൈറ്റികൾക്ക് ബഹുമാനായ തിരുവഞ്ചൂർ ഞാൻ അൽകുമാറിനോട് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം ശ്രദ്ധിക്കാതെ പോകും. ഈ കയർഫെഡിന് പൈസ കൊടുത്തില്ലെങ്കിൽ അവരെ സൊസൈറ്റിക്ക് പൈസ കൊടുത്തില്ല. അങ്ങ് പറഞ്ഞ കാര്യം ശരിയാണ്, അത് ഞങ്ങൾ മനസ്സിലാക്കിയതാണ്. അത് ഇന്നലെ വിശദീകരിച്ചു. അതിൻ്റെ ഭാഗമായി റിവോൾവിംഗ് ഫണ്ട് നമ്മളിപ്പോൾ കൊണ്ടുവരാൻ ശ്രമിക്കും. അങ്ങ് എപ്പോഴും
പുറത്തോട്ട് പോകാൻ തുടങ്ങിയ അങ്ങ് എൻ്റെ പേര് പറഞ്ഞപ്പോൾ ഞാൻ നേരെ മടങ്ങി വന്ന് നല്ല അനുസരണയുള്ള കുട്ടിയെ പോലെ ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. എന്തെങ്കിലും ഇടപെട്ട് ചോദ്യം ഉണ്ടാവും. എന്തായാലും അങ്ങ് ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ ഒരു പ്രത്യേകത തന്നെ ഈ ചെറുപ്പക്കാരൊക്കെ പുറത്ത് കറങ്ങി കിടന്നാലും അങ്ങ് എപ്പോഴും സഭയിൽ ഈ ഹെഡ്സെറ്റും വെച്ച് ഇരിക്കുകയും എപ്പോൾ ഇടപെടണം ഒരു അവസരം കിട്ടിയാൽ ആ സമയത്തെല്ലാം അങ്ങ് ഇടപെടുകയും ചെയ്യുന്നത് ഞാൻ നേരത്തെ പരസ്യമായി തന്നെ അങ്ങയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് പ്രവൃത്തിയിൽ അദ്ദേഹം ചെറുപ്പം തന്നെ. അപ്പോൾ ഞാൻ പറഞ്ഞു പോകുന്നത്, അപ്പോൾ ഈ റിവോൾവിംഗ് ഫണ്ട് നമ്മൾ 10 കോടിയുടെ റിവോൾവിംഗ് ഫണ്ട് ഉണ്ടാക്കി. അപ്പോൾ കയർ സംഭരിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ പൈസ കൊടുക്കാം. ഗവൺമെൻറ് പൈസ കിട്ടുമ്പോൾ തിരിച്ചതിലേക്ക് വരും. അപ്പോൾ ആ റിവോൾവിംഗ് ഫണ്ട് ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. പിന്നൊരു പ്രശ്നം അങ്ങ് പറഞ്ഞ ചകിരിയുടെ ലഭ്യത കുറവായിരുന്നു. ചകിരിക്ക് വേണ്ടി നമ്മളിപ്പോൾ യാൻ ബാങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 1.5 കോടി അനുവദിച്ചു. 6 മാസത്തിന് ആവശ്യമായി വരുന്നത് മുൻകൂട്ടി കണ്ട് അത് നമ്മൾ ടെക്സ്റ്റൈൽ മേഖലയിൽ കോട്ടൺ ബോർഡ് ഉണ്ടാക്കി. അത് നല്ല വിജയകരമായി. ഇപ്പോൾ ടെക്സ്റ്റൈൽ മില്ലുകൾ ലാഭത്തിലേക്ക് വന്നു, നഷ്ടത്തിലുള്ളവരുടെ നഷ്ടം കുറഞ്ഞു. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, അങ്ങ് മന്ത്രിയായിരുന്ന ആളായതുകൊണ്ട് നമ്മുടെ ഒരു സംവിധാനം അറിയാലോ. ഇപ്പോൾ താഴേന്ന് എഴുതി ഇത്ര വേണം എന്ന് എഴുതി നമ്മുടെ വകുപ്പ് ധനവകുപ്പിൽ കൊടുത്ത് അംഗീകരിച്ച് അത് റിലീസ് ചെയ്ത് വരുമ്പോഴേക്കും ഏത് ഗവൺമെൻറ് ഭരിച്ചാലും അപ്പോൾ സീസൺ മാറിയിട്ടുണ്ടാവും. കോട്ടൻ്റെ വില കൂടും, ക്വാളിറ്റി കുറയും. അത് വെച്ച് നൂല് ഉൽപ്പാദിപ്പിച്ചാൽ എത്ര ഉൽപ്പാദിപ്പിക്കണം അത്രയും നഷ്ടം കൂടും. ഉൽപ്പാദിപ്പിക്കാതിരുന്നാൽ കുഴപ്പമില്ലാന്ന മട്ടിലേക്ക് വരും. ഇപ്പോൾ കോട്ടൺ ബോർഡ് വന്നപ്പോൾ നമ്മൾ 10 കോടി ധനകാര്യ വകുപ്പ് പ്രത്യേകമായി അനുവദിച്ചു. നമ്മൾ ആ സംവിധാനം കൊണ്ടുവന്നു. സീസണിൽ നമ്മൾ സംഭരിച്ചിട്ട് ഈ ടെക്സ്റ്റൈൽ മില്ലുകൾക്ക് കൊടുക്കും. അവർ കൃത്യം ഒരു എസ്ക്രോ അക്കൗണ്ടാണ്. അവർക്ക് നൂലാക്കി വിൽക്കുമ്പോൾ കിട്ടുന്നത് ഈ അക്കൗണ്ടിലേക്ക് വരും. നമ്മൾ ഇങ്ങോട്ട് എടുക്കും, ബാക്കി അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ റിവോൾവിംഗ് ഫണ്ട് വന്നു. അത് ടെക്സ്റ്റൈൽ മേഖലയിൽ നല്ല മാറ്റം ഉണ്ടാക്കി. ആ അനുഭവത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലും നമ്മൾ കെയർ മേഖലയെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മിറ്റി, മറ്റതും കശുവണ്ടി മേഖല പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കിയത് ഒരു വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ട്രേഡ് യൂണിയനുകളാകെ ചർച്ച ചെയ്തു, അവർ ഏകകണ്ഠമായി അംഗീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയതാണ്. കൊയർ മേഖലയിലും ഞാൻ സ്ലൈറ്റ്ലി ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്, അറിയാനുള്ളൊരു ആകാംക്ഷ കൊണ്ട് ചോദിക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ പരമ്പരാഗത മേഖലകളിൽ നിന്നൊക്കെ എക്സ്പോർട്ട് ഒരു വളരെ ക്രിട്ടിക്കലായിരുന്നല്ലോ. അപ്പോൾ ഈ ട്രംപ് താരിഫ് വന്നതിന് ശേഷം അത് ഏതെങ്കിലും നിലയിൽ നമ്മുടെ എക്സ്പോർട്സിനെ ബാധിച്ചിട്ടുണ്ടോ? അങ്ങനെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് സ്റ്റേറ്റ് ഗവൺമെൻറ് നല്ല എടുക്കാൻ പറ്റിയിട്ടുണ്ടോ? ആക്ച്വലി നമ്മുടെ എന്തുമാത്രം ഈ പരമ്പരാഗത മേഖലയെ അതെങ്ങനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളത് ഇതുവരെ ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധ വന്നുകൊണ്ട് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് വന്നാൽ മതി ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ റിവോൾവിംഗ് ഫണ്ട് യാൻ ബാങ്ക് കൊണ്ടുവരികയാണ്. യാൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ 6 മാസത്തേക്കുള്ള ടെൻഡർ ചെയ്യും. കേരളത്തിലെ തന്നെ നമ്മൾ സംഭരിക്കും. കുറേ മലപ്പുറത്ത് നിന്നാണ് നമ്മൾ വരുമ്പോൾ. ആദ്യം മലപ്പുറത്ത് ഈ മെഷീനുകൾക്ക് 2 പ്രശ്നം ഉണ്ടായിരുന്നു. നമ്മൾ ഉണ്ടാക്കിയ മെഷീനുകൾ മിക്കവാറും കേടായി കഴിഞ്ഞാൽ മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റിയിട്ടുമില്ല. അതുകൊണ്ട് വലിയ പരാതി ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗവൺമെൻറ് തന്നെ ഫണ്ട് കൊടുത്തു. അങ്ങനെ ഗവൺമെൻറ് സംവിധാനം 500 മെഷീനുകൾ നമ്മൾ മെയിൻ്റനൻസ് നടത്തി പ്രൊഡക്ടിവിറ്റി കൂട്ടി. 250 ഈ വർഷം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി പ്രൊഡക്ടിവിറ്റി കൂടി. ഈ യാൻ ബാങ്ക് കൂടി വരുമ്പോൾ കൃത്യമായി ചകിരി ലഭ്യത ഉറപ്പുവരുത്തുകയും കയർ സംഭരിക്കുമ്പോൾ കൃത്യസമയത്ത് പൈസ കൊടുക്കുകയും ചെയ്താൽ മാത്രം നിലവിലുള്ള പ്രൊഡക്ഷനേക്കാൾ 50% നമുക്ക് കൂട്ടാൻ പറ്റും. വേറെ അധികം പൈസ കൊടുക്കണ്ട. കൃത്യസമയത്ത് ചകിരിയും കൊടുക്കുക, കൃത്യസമയത്ത് സംഭരണത്തിൻ്റെ പൈസയും കൊടുത്താൽ സ്വാഭാവികമായിട്ടും വർക്ക് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ അത് ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ അങ്ങ് പറഞ്ഞതുപോലെ ഈ ഗവൺമെൻറ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഞാൻ വിശദീകരിക്കുന്നില്ല, നമുക്ക് സമയപരിമിതിയുണ്ട്. ഇപ്പോൾ ഈ ബില്ല് കൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ബില്ലല്ലത്. അങ്ങേക്ക് അറിയാമല്ലോ, ഇത് കുറേ ആ ക്ഷേമനിധി ബോർഡിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞു. പെൻഷൻ മാച്ചിങ് അല്ല, ഗവൺമെൻറ്റാണ് കൊടുക്കുന്നത് പൂർണ്ണമായിട്ടും. ഇതിന് മാച്ചിങ് ഇല്ല, മറ്റു ക്ഷേമനിധി പോലെയല്ല. എന്നാൽ ഇവർ കൊടുക്കുന്ന കുറേ ആനുകൂല്യങ്ങളുണ്ട്. അതെല്ലാം ഇന്നലെ ഞാൻ വായിച്ചതാണ്, ഞാനത് ആവർത്തിക്കുന്നില്ല. അതിൻ്റെ പ്രശ്നം നമ്മളെല്ലാവരും അറിയേണ്ടതാണ്. 1.25 കോടി ആനുകൂല്യം കൊടുക്കാൻ 4.25 കോടി അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് ഉണ്ട്. എല്ലാ ക്ഷേമനിധി ബോർഡും നേരിടുന്ന പ്രശ്നമാണ്. അത് നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അപ്പുറത്ത് പരിശോധിക്കേണ്ട ഭാഗമാണ്. ക്ഷേമനിധി എന്ന കാഴ്ചപ്പാട് വരുന്നത് ആ മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കാനാണെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ക്ഷേമനിധിയെ നിലനിർത്തുന്നതിലേക്ക് പതുക്കെ മാറാൻ തുടങ്ങും. ഇപ്പം നമ്മളത് ചെലവ് ചുരുക്കാനുള്ള സമീപനം സ്വീകരിച്ചു. ആ സ്റ്റാഫിൻ്റെ ആവശ്യത്തിലില്ല, താൽക്കാലികമായുള്ള ആളുകളെ ആവശ്യമില്ലാത്തവരെല്ലാം ഒഴിവാക്കി. മറ്റ് ചെലവുകൾ ചുരുക്കാൻ ആവശ്യമായ നടപടി സ്വീകരിച്ചു. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റാണ് പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേരിട്ട് കൊടുക്കുന്നത്. എന്നാൽ ഈ വർഷം തന്നെ 53,92,441 ഈ ഫിനാൻസിൻ്റെ സീലിംഗ് ഉണ്ടായിരുന്നു. ആ സീലിംഗ് ഒഴിവാക്കിക്കൊണ്ട് തന്നെ ഓണത്തിന് മുൻപായി എല്ലാ കാര്യങ്ങളും പരമ്പരാഗത മേഖലയിലേക്ക് ധനകാര്യ വകുപ്പ് പ്രത്യേകമായ അനുമതി നൽകുകയുണ്ടായി.
ഇനി ഇതെല്ലാം ഇപ്പോൾ നമ്മൾ നടപ്പിലാക്കാൻ തുടങ്ങിയ കാര്യങ്ങളാണ്. അങ്ങ് പറഞ്ഞതുകൊണ്ട് എല്ലാം പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിലും ഒന്ന് സൂചിപ്പിച്ചു. ഇൻകം സപ്പോർട്ട് സ്കീം നമ്മളിപ്പോൾ 91.36 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ തറി, ഇന്നലെ ഞാൻ പറഞ്ഞു, തറികൾ കേടായി കഴിഞ്ഞാൽ അറ്റകുറ്റപ്പണിക്ക് ചിലപ്പോൾ സൊസൈറ്റിക്ക് കാശുണ്ടാവില്ല. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ 50,000 രൂപ, ഒരു 15,000 രൂപ ഒരു തറി എന്ന നിലയിൽ 900 തറികൾക്ക് 1.35 കോടി രൂപ ഇപ്പം അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യക്ഷമത ഒന്ന് വർദ്ധിപ്പിക്കാൻ കഴിയും. അതേപോലെ തന്നെ ഇപ്പോഴത്തെ അല്ല, ലെഗസി ലൈബിലിറ്റീസായി തുടരുന്നതിൻ്റെ ഭാഗമായി ഈ ഗ്രാറ്റുവിറ്റി ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ല സൊസൈറ്റിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നവർക്ക്. ഇന്ന് തുടങ്ങിയതോ ഞങ്ങളുടെ സമയത്ത് മാത്രം, നിങ്ങളുടെ സമയത്തുള്ള തുടർന്ന് ഇങ്ങനെ വരുന്ന ഈ മേഖല പൊതുവെ നേരിടുന്ന പ്രശ്നങ്ങളാണ്. ഇപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ തൊഴിലാളി എന്ത് ചെയ്യും? പിരിഞ്ഞു പോകുമ്പോൾ ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ട്. ഈ തിരുവഞ്ചൂർ പലപ്പോഴും ഇടപെടുന്നതാണ് സിമൻസിലെ ഗ്രാറ്റുവിറ്റി. അങ്ങനെ അപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. നേരിട്ട് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്, സാങ്കേതികമായെങ്കിലും നമുക്കെല്ലാവർക്കും ഒരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ പുതുതായി ഗ്രാറ്റുവിറ്റി കൊടുക്കാനായി ഗ്രാറ്റുവിറ്റിയുടെ 50% അല്ല 1 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുക്കാനുള്ള സ്കീം ഇപ്പോൾ നടപ്പിലാക്കി. അതിൻ്റെ ഭാഗമായി 67,66,549 രൂപ ഇപ്പോൾ നമ്മൾ അത് ചെലവഴിക്കുകയും ചെയ്തു. പിന്നെ കയർ ഫൈബർ ഇതിൻ്റെ ബാങ്ക് ഞാൻ പറഞ്ഞു. അതുപോലെ മാനേജറിലെ സബ്സിഡി, അവരുടെ സെക്രട്ടറിമാരുടെയൊക്കെ ശമ്പളത്തിന് വേണ്ടി സബ്സിഡി ഗവൺമെൻറ് നൽകുന്നുണ്ട്. 4.19 കോടി നമ്മൾ അതിന് വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ വർക്കിംഗ് ക്യാപിറ്റൽ ക്രൈസിസ് ഉണ്ട്, അത് 14.15 കോടി രൂപ നമ്മൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം വിതരണം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 4.34 കോടി രൂപ 430 സംഘങ്ങൾക്ക് വിതരണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയുള്ള സാധ്യത, നമ്മൾ മറ്റ് രാഷ്ട്രീയമെല്ലാം വിട്ടു കഴിഞ്ഞാൽ ഒരു ക്ലസ്റ്റർ സംവിധാനമാണ് നമ്മൾ സാധ്യത. ഇപ്പോൾ നമ്മൾ പരീക്ഷണാർത്ഥം ആലപ്പുഴയിൽ ഒരു ക്ലസ്റ്റർ ഉണ്ടാക്കി. എക്സ്പോർട്ടേഴ്സ് ഉണ്ട്, സംഘങ്ങളുണ്ട്, തൊഴിലാളികളുമുണ്ട്. അപ്പോൾ അവർ ഇപ്പോൾ ഒരു 5-6 മിഷൻ ഒന്നിച്ചിട്ടിട്ട് ഈ പ്രൊഡക്ടിവിറ്റി കൂടി ഒരു തൊഴിലാളി 2 മിഷൻ കൈകാര്യം ചെയ്യാൻ പറ്റും. ജോലി ഭാരം കൂടുമില്ല, ടെക്നോളജി വർദ്ധിച്ചിട്ടാണ്. അതിനനുസരിച്ച് 120-130 കിലോ വരെ ഇപ്പോൾ കയറ് പിരിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ പിരിക്കാൻ പറ്റുമ്പോൾ കൂടുതൽ വേതനം കൂടും. ഇത്ര കൂടുതൽ പിരിക്കുമ്പോൾ ഇപ്പോൾ ഉള്ളതിൻ്റെ ഇരട്ടി വേതനം അവർക്ക് കിട്ടും. ഇപ്പോൾ ഒരു 100 മെഷീൻ ഇടാവുന്ന ഒരു ക്ലസ്റ്റർ ഇപ്പോൾ നമ്മൾ അംഗീകാരം കൊടുത്തിട്ടുണ്ട്. 37 ലക്ഷം രൂപ ഗവൺമെൻറ് കൊടുത്തു, സെൻട്രൽ സ്കീമുണ്ട്. അങ്ങനെ 100 മെഷീൻ ഇടാവുന്നത്, പണ്ടത്തെ പോലെ കുടിലുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ളതോ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീടിനോട് ചേർന്ന് കുളം അല്ലെങ്കിൽ ചെറിയ ജലാശയം അവിടെ തൊണ്ടിടുന്നു, ചീച്ചെടുക്കുന്നു, തല്ലിയെടുക്കുന്നു, അതൊന്നും ഇനിയിപ്പോൾ പ്രായോഗികമല്ല. ഒരു സ്ഥലത്ത് അങ്ങനെ സൗകര്യങ്ങൾ ഉണ്ടായില്ല. അപ്പോൾ ഈ രൂപത്തിലേക്ക് വന്നാൽ ആലപ്പുഴയിൽ തന്നെ ഒരു 10-20 ക്ലസ്റ്റർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ബഹുമാനായ ശ്രീ ചിത്രഞ്ജലി ഞാനും അവിടെ സന്ദർശിക്കുകയുണ്ടായി. നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വരും. തൊഴിലാളി യൂണിയനുകളൊക്കെ ആയിട്ട് ഞങ്ങൾ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്തു, അവരുടെ നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിച്ചു. ഇനിയിപ്പോൾ 23-ാം തീയതി ആലപ്പുഴയിൽ കെയർ മേഖലയിൽ എല്ലാവരുടെയും ഒരു മീറ്റിംഗ്, ഒരു കോൺക്ലേവ് എന്ന് തന്നെ പറയാം, അത് കൂടുന്നുണ്ട്. അതിനകത്ത് ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നു. ഒന്ന് ഇപ്പോൾ അങ്ങ് സൂചിപ്പിച്ച താരിഫുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രശ്നങ്ങൾ, അത് കൂടുതൽ ബാധിക്കുന്ന ഒരു മേഖല നമ്മുടെ കശുവണ്ടി, കാഷ്യൂ ആണ്. ഒന്നാമത് വരുമ്പോൾ സീ ഫുഡാണ്, പിന്നീട് സ്പൈസസ് ആണ്. ഈ മേഖലയും ബാധിക്കുന്നുണ്ട്. ഈ പ്രശ്നം വന്നുടൻ തന്നെ ഇപ്പോഴത്തെ പ്രശ്നം വെച്ചാൽ നമുക്കൊരു സ്ഥായിയായ നയം സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ട്രംപ് എഴുന്നേൽക്കുമ്പോൾ ഒരു താരിഫായിരിക്കും, ഉച്ചയ്ക്ക് ഊണഴിക്കുമ്പോൾ വേറെ താരിഫായിരിക്കും, കിടന്നുറങ്ങുമ്പോൾ ഒരു താരിഫായിരിക്കും. ഇപ്പോൾ ആളുകൾ ആഗ്രഹിക്കുന്ന ഉറക്കത്തിനിടയിൽ എഴുന്നേൽക്കല്ലേ എന്നാണ്. അപ്പം ചിലപ്പോൾ പുതിയ താരിഫ് പ്രഖ്യാപിച്ചെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് നയം നമുക്ക് അതിനടിസ്ഥാനപ്പെടുത്തി തീരുമാനിക്കാൻ പറ്റുമെന്ന് വരില്ല. ഞങ്ങൾ ഈ താരിഫ് വന്നപ്പോൾ തന്നെ വ്യവസായ വകുപ്പ് ഈ എക്സ്പോർട്ടേഴ്സിനെല്ലാം വിളിച്ചിരുന്നു. അതിന് പ്രധാന കാരണം സൊല്യൂഷൻ കൊടുക്കാനല്ല, ഈ ചെറിയ എക്സ്പോർട്ടേഴ്സൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഷിപ്പിങ്ങിൻ്റെ ക്യാൻസലേഷൻ വന്നാൽ അവരൊന്ന് ഒലയും. അപ്പോൾ അവർ ഗവൺമെൻറ് ഒപ്പമുണ്ട്, നിങ്ങൾ ഭയപ്പെടണ്ട, ഞങ്ങൾ ഒപ്പമുണ്ട് എന്നതിന് ഞങ്ങൾ ആദ്യം ഒരു മീറ്റിംഗ് വിളിച്ചു, അവരുടെ അഭിപ്രായങ്ങൾ കേട്ടു. എക്സ്പോർട്ടേഴ്സിനെയും നമ്മുടെ സംവിധാനം വന്നു. ധനകാര്യ വകുപ്പ് തന്നെ ഗുലാത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ചേർന്ന് ഈ മേഖലയിലെ ഒരു പ്രാഥമികമായ പഠനം നടത്തിയിട്ടുണ്ട്. നമുക്കെങ്ങനെ ഓൾട്ടർനേറ്റീവ് മാർക്കറ്റ് പിടിക്കാൻ പറ്റും, ഡൊമസ്റ്റിക് മാർക്കറ്റ്. ഇപ്പോൾ കൊയറിൻ്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, ലുലുവിൻ്റെ ഒരു ഇവിടുത്തെ മാളിൽ നമ്മൾ ചെറിയൊരു ഷോറൂം തുടങ്ങി. 60 ലക്ഷത്തിന് വിൽപ്പന നടന്നു. ആദ്യം നമുക്കൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യയിലേക്ക് ഡൊമസ്റ്റിക് മാർക്കറ്റ്, യൂറോപ്യൻ മാർക്കറ്റ് എങ്ങനെ വികസിപ്പിക്കാം, ലോക കേരള സഭ അംഗങ്ങളെ അവരുടെ സഹായം എങ്ങനെ ഉപയോഗപ്പെടുത്താം, അത്തരം ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. എന്തായാലും അങ്ങ് പറഞ്ഞ ഭാഗം നമ്മുടെ ഈ മേഖലയെ ബാധിക്കുന്നതാണ്. 12 കോടി ബഹുമാനായ ഇവിടെ അനിൽകുമാർ ശ്രീ വണ്ടൂരംഗം പറഞ്ഞില്ലേ, കയറ്റുമതി ആകെ പ്രശ്നമാണ്. കെയർ കോർപ്പറേഷൻ 12 കോടിയുടെ കയറ്റുമതി ചെയ്തു. ആദ്യമായി നമ്മൾ ഇ കോമേഴ്സിലേക്ക് പോയി. വാൾമാർട്ട്, ഫ്ലിപ്കാർട്ട്, ആമസോൺ ഇവരുമായിട്ടുള്ള വിപണനം, ഇവർ കണ്ടെയ്നറുകൾ ഇവിടുന്ന് നമുക്ക് ഉൽപ്പന്നങ്ങൾ അയക്കാൻ കഴിഞ്ഞു. പിന്നെ നമ്മൾ ആധുനികവൽക്കരിക്കുന്നതിൻ്റെ ഭാഗമായി തൊഴിലാളികൾക്ക് പുതിയ കാലത്തിൻ്റെ പരിശീലനം അറിയും. അതിന് ഭോപ്പാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിൻ്റെ സേവനം തേടി അവരൊരു മോഡ്യൂൾ ഉണ്ടാക്കി.
ആ മോഡ്യൂൾ നേരെ നടപ്പിലാക്കാതെ ട്രേഡ് യൂണിയനുകൾ വിളിച്ചു, സൊസൈറ്റി പ്രതിനിധികൾ വിളിച്ചു, മാറ്റ്സ് ആൻഡ് മാറ്റിങ്സുകാരെ വിളിച്ചു, എക്സ്പോർട്ടേഴ്സിനെ വിളിച്ചു, അവരുടെ മുൻപിൽ അവതരിപ്പിച്ചു. അവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടി പുതിയ ഡിസൈനുകൾ വന്നു. തൊഴിലാളിക്ക് ദിവസം 600 രൂപ നമ്മൾ സ്റ്റൈപ്പൻഡ് കൊടുത്ത് 500 പേർക്ക് പരിശീലനം കൊടുത്തു. അവരെ മാസ്റ്റർ ട്രെയിനേഴ്സാക്കി. ഈ പരിശീലനം കിട്ടിയവർ വെച്ച് സ്റ്റാർട്ടപ്പ് ഉണ്ടാക്കി. ആ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് രൂപീകരിച്ച സ്ഥലത്ത് തന്നെ അഡ്വാൻസ് ആയിട്ട് അവരുടെ ഓർഡറിനുള്ള ഫോം നൽകി. അവർ നല്ല രീതിയിൽ പോവുകയാണ്. പുതിയ മാറ്റം ആ മേഖലയിൽ വരുന്നു. പിന്നെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസസ് കുറയ്ക്കാൻ നേരത്തെ കയർ കോർപ്പറേഷൻ, കയർ ഫെഡ്, മിഷണറി കോർപ്പറേഷൻ, ഫോമാറ്റിക്സ്, കയർ അപ്പെക്സ് ബോഡി, കയർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇങ്ങനെ 6 എണ്ണം നമ്മുടെ വകുപ്പിൻ്റെ കീഴിലുണ്ട്. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഫോമാറ്റിക്സിന് ചെയർമാൻ വേണ്ട, മറ്റ് ബോർഡും വേണ്ടാന്ന് തീരുമാനിച്ചു. കയർ കോർപ്പറേഷൻ ഫോമാറ്റിക്സിന് ലയിപ്പിക്കാൻ തീരുമാനിച്ചു. 2 ലയിപ്പിക്കുമെന്നതിലേക്ക് അവസാന ഘട്ടം എത്തി. ഫിനാൻസിൻ്റെ അംഗീകാരം കിട്ടി. ഇപ്പോൾ ഈ മാസം ഒറ്റ കമ്പനി കയർ കോർപ്പറേഷൻ മാറും, അതിൻ്റെ യൂണിറ്റായിട്ട് ഫോമാറ്റിക്സ് മാറും. ഒരു കാര്യം കൂടി ഞാൻ അഭിമാനത്തോടു കൂടി പറയാം, കയർ കോർപ്പറേഷൻ ഇപ്പോൾ തുടർച്ചയായി ലാഭത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ദശകത്തിനപ്പുറത്ത് 18 കൊല്ലത്തിന് ശേഷം ഫോമാറ്റിക്സ് തുടർച്ചയായി 2 വർഷവും ലാഭത്തിലേക്ക് എത്തി. ഇനി കയർ ഫെഡാണ്. ക്ഷേമവുമായി ബന്ധപ്പെട്ടൊരു നിർദ്ദേശമാണ് പറയാനുള്ളത്. കയർ തൊഴിലാളികളുടെ ക്ഷേമവും അവരുടെ വേതനവും ഉറപ്പുവരുത്തണമെങ്കിൽ ഈ കയർ ഉൽപ്പന്നങ്ങളുടെ വിപണി കൂടി നമ്മൾ ഉറപ്പുവരുത്തണമല്ലോ. ഇതുമായി ബന്ധപ്പെട്ട് മിനിസ്റ്റർ ശ്രദ്ധിക്കുന്നുണ്ടോ? അപ്പോൾ എൻ്റെ ഒരു നിർദ്ദേശം പറയാനുള്ളത്, നമ്മുടെ കേരളത്തിലെ നിരവധി കനാലുകളുണ്ട്. ഇപ്പോൾ പെരിയാർ വാലി കനാലുകൾ വർഷം തോറും തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെടുത്തി കോടിക്കണക്കിന് രൂപയാണ് ഇതിനു വേണ്ടി ചെലവഴിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള ഇരുകരകളിലും ഈ ഭൂവസ്ത്രം, കയർ കൊണ്ട് ഉണ്ടാക്കുന്ന ഭൂവസ്ത്രം നമുക്ക് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഉപയോഗിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു വിപണി നമുക്ക് തുറന്ന് കിട്ടുന്നതായിരിക്കും. അത് പരിഗണിക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു ചോദ്യം. നിർദ്ദേശമാണ് അദ്ദേഹം വച്ചത്. ഇപ്പം തന്നെ നമ്മൾ ഒന്നിച്ച് പറഞ്ഞാൽ മതി. സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മറ്റേ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് വലിയ ലാഭം ഉണ്ടായി, വലിയ രീതിയിൽ കയറ്റുമതി നടന്നു. ഞാൻ പറഞ്ഞ കയറ്റുമതിയുടെ കാര്യമാണെങ്കിൽ, തൊഴിൽ നഷ്ടത്തിൻ്റെ കാര്യമാണെങ്കിൽ ഒക്കെ തന്നെ ആസൂത്രണ ബോർഡിൻ്റെ എക്കണോമിക് റിവ്യൂ ആണ് ഞാൻ ബേസ് ചെയ്ത് സംസാരിച്ചത്. ഡാറ്റാസ് മുഴുവൻ അങ്ങയുടെ തന്നെ ആസൂത്രണ ബോർഡുമായി ബന്ധപ്പെട്ട ഡാറ്റാസാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, അല്ല മറ്റൊന്നിനും ഞാൻ ആശ്രയിച്ചിട്ടില്ല. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് അതിൽ പൂർണ്ണമായും പറഞ്ഞിട്ടുള്ളത്. അതെ, ആസൂത്രണ ബോർഡിൻ്റെ കണക്കുകൾ ഞങ്ങൾ കാണുന്നത് നമുക്ക് അത് ആസൂത്രണം ചെയ്യാനുള്ള അടിസ്ഥാന ഘടകമായിട്ടാണ്. അപ്പോൾ അങ്ങ് പറഞ്ഞ ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുമ്പോൾ എങ്ങനെ പരിഹരിക്കാം? അതിപ്പോൾ വന്ന പ്രശ്നമല്ല. ആസൂത്രണ ബോർഡിൻ്റെ ഈ വർഷത്തെ മാത്രമല്ല മുൻകാലങ്ങളിലെ ഇതുകൂടി ഞാൻ ചേർത്ത് വെച്ചെന്നുള്ളൂ. അങ്ങ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഒരു 4 വർഷം എടുത്തു. ഇപ്പം ഞാൻ മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ 4 വർഷവും താരതമ്യം ചെയ്തു മാത്രമേ ഉള്ളൂ. അത് ഇന്നത്തെ ആസൂത്രണ ബോർഡിൻ്റെ കണക്ക് അങ്ങ് എടുത്തപ്പോൾ അന്നത്തെ ആസൂത്രണ ബോർഡിൻ്റെ കണക്ക് കൂടി ഞാനൊന്ന് ചേർത്ത് വെച്ചു, ഒരു താരതമ്യം നടത്തി എന്ന് മാത്രമേ അതിനകത്തുള്ളൂ. എന്തായാലും നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നെങ്കിലും ഈ മേഖല മാർത്തികാമതാണല്ലോ നമ്മളെല്ലാവരും ശ്രമിക്കുന്നത്. ബഹുമാനായ കുന്നത്നാട് അംഗം പറഞ്ഞ ആ മേഖലയിൽ ഇപ്പോൾ നമ്മൾ ആലപ്പുഴ കനാൽ അതിൻ്റെ മനോഹരമായി സൈഡ് കയർ ഭൂവസ്ത്രം വെച്ചിട്ടാണ് അവിടെ, അത് നല്ല മനോഹരമായിട്ടുണ്ട്. പിന്നെ കേരളത്തിൽ ഇപ്പോൾ നമ്മുടെ റോഡുകളുടെ സൈഡിൽ കയർ ഭൂവസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. നാഷണൽ ഹൈവേ ആയിട്ട് നമ്മളൊന്ന് ചർച്ച ചെയ്തു, ധാരണയായതാണ്. പക്ഷെ നമ്മൾ ധാരണയായപ്പോഴേക്കും നമ്മൾ കൊടുക്കുന്നതിൻ്റെ പകുതി കാശ് തമിഴ്നാട്ടിൽ നിന്ന് സാധനം പോകുന്നു. അതുകൊണ്ട് അത് പിടിച്ചെടുക്കാൻ പറ്റിയില്ല. ഇപ്പോൾ ഒറീസയിൽ നമ്മൾ മൈനുകളുടെ ഇടിഞ്ഞു പോകുന്നത് സംരക്ഷിക്കാനായി ഭൂവസ്ത്രം ഉപയോഗിക്കുന്നുണ്ട്. ഏകദേശം നമുക്ക് പഞ്ചായത്തുകളിൽ ഇരട്ടിയോളം വിൽപ്പനയായിട്ടുണ്ട്. ഇനി ഇറിഗേഷനിലും ഈ പറഞ്ഞ പോലെ പെരിയാർ വാലിയിൽ സാധ്യമാകുന്ന ആ നിർദ്ദേശവും നമുക്ക് പരിഗണിക്കാവുന്നതാണ്. പിന്നെ കയർ തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് പദ്ധതി നമ്മൾ പുതുതായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട്. അതുപോലെ ആശുപത്രികളിൽ ക്യാഷ്ലെസ് ആയിട്ടുള്ള ചികിത്സയുടെ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പരിശീലനം ഞാൻ പറഞ്ഞു. അപ്പോൾ പൊതുവേ ഈ പ്രതിസന്ധി മനസ്സിലാക്കി പരിഹരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. 23-ന് ചേരുന്ന ഈ സമ്മേളനത്തിൽ ഒരു സെഷൻ കമ്പോള പ്രതിസന്ധിയും അതിൻ്റെ ബദൽ മാർഗ്ഗങ്ങൾ എന്താണ് അങ്ങ് പറഞ്ഞ ആ ഭാഗമാണ് ഒരു സെഷൻ ചർച്ച ചെയ്യുന്നത്. വേറെ സെഷൻ പുതിയ കാലം പുതിയ സമീപനം എന്ന് ചർച്ച ചെയ്യുന്നുണ്ട്. അതിനകത്ത് എക്സ്പോർട്ടേഴ്സ്, സൊസൈറ്റി പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ, മാറ്റ്സ് ആൻഡ് മാറ്റിംഗ് സൊസൈറ്റി പ്രതിനിധികൾ, ചെറുകിട ഉൽപ്പാദകർ, ജനപ്രതിനിധികൾ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട്. റിപ്പോർട്ടിൻ്റെ വിദഗ്ധ സമിതി എന്ന് പറഞ്ഞാൽ ഇത്തവണ രാഷ്ട്രീയ പ്രതിനിധികളോ ട്രേഡ് യൂണിയൻ പ്രതിനിധികളോ മാനേജ്മെൻറ്റ്
ജനപ്രതിനിധികളും ഉണ്ടായിരുന്നില്ല. ചെന്നൈ IIT-യിലെ പ്രൊഫസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ടായിരുന്നു. അത് ട്രേഡ് യൂണിയനുകൾ പൊതുവെ അംഗീകരിച്ചിട്ടുണ്ട് ആദ്യ ഭാഗം. ഇനി കുറേ കൂടി വിശദമായിട്ട് ഇതിനകത്ത് ചർച്ച ചെയ്യും. അതുകൂടി വച്ചിട്ട് ഈ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായി ഇത് പരിമിതിക്കകത്ത്, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം ഇത്തരം മേഖലകളുടെ വെല്ലുവിളികൾ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. സാധ്യമാകുന്ന മാറ്റങ്ങളും തൊഴിലാളികൾക്ക് പരമാവധി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള നടപടികൾക്കുമാണ് സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഫലം കാണുന്നുണ്ട് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ കൂടി ഭാഗമായി ഈ ബില്ല് സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു. ശ്രീ KV സുമേഷ്, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ പൊതുജനാഭിപ്രായം ആരായുന്നതിനായി സർക്കുലേറ്റ് ചെയ്യണമെന്ന അങ്ങയുടെ 1A ബിൽ നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. ശ്രീ AP അനിൽകുമാർ, 2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ ഒരു സെലക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കണമെന്ന അങ്ങയുടെ 2B നമ്പർ ഭേദഗതി പ്രസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഭേദഗതി സഭ തള്ളിയിരിക്കുന്നു. സഭയുടെ അനുമതിയോടെ ഭേദഗതി പിൻവലിച്ചിരിക്കുന്നു. 2025 കേരള കയർ തൊഴിലാളി ക്ഷേമനിധി ഭേദഗതി ബിൽ വ്യവസായവും ധാതുക്കളും സംബന്ധിച്ച് സബ്ജക്റ്റ് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കണമെന്ന ഉപക്ഷേപത്തെ അനുകൂലിക്കുന്നവർ, പ്രതികൂലിക്കുന്നവർ? ഉപക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു. ബിൽ സെലക്ട് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കുന്നു. സബ് കമ്മിറ്റി 4 പരിഗണനയ്ക്ക് അയക്കുന്നു.